പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല, കോട, മഴ, മഞ്ഞ്, വെയിൽ എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഞാനിങ്ങ് വരുമ്പോൾ ഇവിടെ നല്ല വെയിലായിരുന്നു. ഇവിടെ മുകളിൽ വന്നപ്പോഴേക്കും കോട വന്ന് മൂടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചാറ്റമഴ ഉണ്ടായിരുന്നു. മഴ താഴെ കഴിയുമ്പോഴേക്കും ആ മഴയുടെ ഭാഗമായിട്ട് കോടങ്ങ് കയറി വരും. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ തെരുവുമലയാണ്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് കാണിച്ചു തരാം നമുക്ക് എവിടെയൊക്കെ ഇതിലേക്കാണ് വരേണ്ടത്, വഴികളൊക്കെ എങ്ങനെയുണ്ട്. അതേപോലെ തന്നെ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇങ്ങോട്ട് വരിക. ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറണം. കയറിയാലും നഷ്ടമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ വരുവാണെങ്കിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. അപ്പം നമുക്ക് താഴത്തോട്ട് വരാം. ഞാനിപ്പോൾ വരുന്നത് ആലക്കോട് താളിപ്പാറ ആ വഴിയാണ് താബോറിലേക്ക് വരുന്നത്. ഈ താഴേന്ന് വരുന്ന വഴിയാണ് താളിപ്പാറയിൽ നിന്ന് താബോറിലോട്ട് വരുന്നത്. ഞാൻ താബോർ ടൗണിലൊന്ന് പോയതാണ്. അപ്പോൾ താബോറിൽ എത്തണ്ട അതിനു മുമ്പാണ് ഈ ഇടതു ഭാഗത്തോട്ടുള്ള ഈ റോഡ് കാണുന്നത്. നേരെ മുമ്പോട്ട് പോയാൽ താബോറാണ്. പിന്നെ ചെറുപുഴ തിരുമേനി കഴിഞ്ഞ് വരുന്നവർ താബോറിൽ ടൗണിൽ വന്ന ശേഷം ഏകദേശം 1 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ ഈ റോഡ് നിങ്ങൾക്ക് കാണാം. വലതു ഭാഗത്തോട്ട് നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം ഈ റോഡ് എങ്ങനെയുണ്ടെന്ന്. ചാത്തമംഗലം വഴി ഒരു വഴിയുണ്ടെന്നും പറയുന്നു. ആ വഴിയെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. നമ്മൾക്കെന്തായാലും തിരിച്ചു പോകുമ്പോൾ ഈ വഴിയല്ല, വേറൊരു വഴി നമുക്ക് തിരിച്ചു പോയി നോക്കാം ആ വഴി എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ചെറിയ റോഡാണെങ്കിലും കുണ്ടും കുഴികളൊന്നുമില്ല. കാറുകൾക്ക് പോലും വളരെ അനായാസമായിട്ട് ഇതിലെ വരാൻ പറ്റും. വലിയ കയറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ ഏകദേശം ഒരു 2 കിലോമീറ്റർ വന്നപ്പോഴേക്കും ഇവിടെ കുറച്ച് ഓഫ് റോഡാണ്. എന്നാലും കുഴപ്പമില്ല. അത് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നല്ല റോഡിലോട്ട് വരുന്നതാണ്. റോഡ് വളരെ നല്ലതാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. താബോറിൽ വരുന്ന ഭാഗം വരെ കുറച്ച് കയറ്റമുണ്ട്. അവിടുന്ന് നമ്മൾ ഈ ഇടവഴിയിലോട്ട് കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡാണ്. ഇതാണ് തെരുവുമലയിലോട്ട് പോകാനുള്ള റോഡ്. ഇവിടെയാണ് തുടങ്ങുന്നത്. മൊത്തത്തിൽ ഓഫ് റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. റോഡ് വളരെ മോശമാണ്. 4x4 വണ്ടികളൊക്കെ ആയിരുന്നു കയറത്തുള്ളൂ ഇങ്ങോട്ട്. 2 വീലർ കയറ്റാം, പക്ഷേ സപ്പോർട്ടിങ്ങിനൊക്കെ ആളുണ്ടെങ്കിൽ നന്നായിരിക്കും. മൊത്തം കോടയാണ് താഴോട്ടൊക്കെ. ആ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉദയഗിരി, കാർത്തിപുരം ഭാഗങ്ങളാണ്. നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. എന്തായാലും റോഡ് കണ്ടല്ലോ. 2 വീലറൊന്നും കയറ്റാൻ നിൽക്കണ്ട, നടന്നു പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇവിടെ ഒരു കടയും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ തോന്നുന്നു, പക്ഷേ ഇപ്പം ഇവിടെ ഒന്നുമില്ല. താഴെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കട. നിങ്ങൾ വരുമ്പം ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരിക. പിന്നെ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല മഴക്കാറുണ്ട്, പക്ഷെ മഴ പെയ്യാൻ സാധ്യതയൊന്നുമില്ല. ഈ കാണുന്നതാണ് തെരുവപ്പുല്ല്. അപ്പോൾ ഈ തെരുവപ്പുല്ല് അധികമായിട്ടുള്ളത് കാരണമായിരിക്കണം തെരുവമല എന്ന് പേര് വന്നത്. നല്ല ചൂടുമുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 100-150 മീറ്ററോളം നടന്നു. അതെല്ലാം കുഴപ്പമൊന്നുമില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ നടക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വരിക. തൊട്ടടുത്ത കടയിൽ ഹോം ഡെലിവറി ഉണ്ടെന്ന് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ട്രക്കിങ് ഇഷ്ടമുള്ളവർ, ഒരു 5-6 കിലോമീറ്ററൊക്കെ നടക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം വരിക. അതിനത് മുകളിലോട്ട് പോകുന്നവരും വേർപ്പൊക്കെ മാറുന്നുണ്ട്, നല്ല തണുപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ വരുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ മൃഗങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം തന്നെയൊക്കെ പോകാൻ, സോളോ ഒക്കെ അടിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അട്ടയുടെ ശല്യമൊന്നുമില്ല. എന്നമ്മേ
നമുക്കെന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ആ മലയുടെ മുകൾ ഭാഗത്ത് ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഈ വഴി ഇവിടെ വരെ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. പിന്നെ വഴി തെറ്റുമൊന്നുമില്ല. ഇങ്ങനെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഉള്ള വഴികൾ നോക്കി ഇങ്ങ് വന്നാൽ മതി. ഇങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഈ വരുന്ന വഴിയേ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആൾക്കാർ പോയതാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്ക് ഇനി എന്തായാലും മുകളിലോട്ടാണ് പോകേണ്ടത്. എൻ്റെ പൊന്നെ, ഇനിയാണ് വിവരം അറിയുന്നത്. നല്ല കയറ്റമാണ്, നടന്നു പോകാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ താഴെ കണ്ട സ്ഥലമില്ലേ, അവിടെ വരെ ഏകദേശം 2 വീലർ കൊണ്ടുവരാം. ഇനി അങ്ങോട്ട് ടാസ്ക്കാണ്. മടുത്ത് കേട്ടോ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ടോ ആ മലയുടെ മുകളിൽ ഇപ്പോൾ ആൾക്കാർ അവിടെ ഉണ്ട്, നല്ല ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ കോട മൂടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേ നടന്ന് അങ്ങ് കയറി അങ്ങ് അവിടെ ചെല്ലണം. അപ്പോഴേ നടക്കാൻ, ഒരിക്കൽ കൂടി പറയുന്നു, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇങ്ങോട്ട് വരല്ലേ. നമുക്ക് ഇന്നൊരു വിഷയമുള്ള കാര്യമില്ല, ഏത് മലയും നമ്മൾ കയറും. അപ്പോൾ പോകല്ലേ. ചെറിയ ചാറ്റമഴ തുടങ്ങിയിട്ടുണ്ട്. ഇത് റോഡാണ് കേട്ടോ. കൊള്ളാം, നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് വരുന്നേക്കാളും നടന്നു വരുന്നതായിരിക്കും നല്ലത്. വണ്ടിക്കൊക്കെ വന്ന് കുടലടക്കം കിടക്കും, വണ്ടിയുടെ പണിയും തീരും. എന്നമ്മേ, ഇവിടെ ഒരു ചെറിയ ഇത് ഇനി അങ്ങോട്ടാ പോകണ്ടേ. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടൊക്കെ മാറി ഇതാ ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വെയിലായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് ചെല്ലുവാണെങ്കിൽ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇനിയുണ്ട് കുറച്ചും കൂടി, അതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ്. നമുക്ക് അങ്ങോട്ട് പോകാം. കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം. ഇനി അങ്ങോട്ടൊക്കെ കുറച്ച് പോവാം. കല്ലുകളൊക്കെ ഉണ്ട്. എന്താമേ, നമുക്കെന്തായാലും വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം. മടുത്തു. നട്ടുച്ച സമയമാണേലും കോട വരുന്നു പോകുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി. നമ്മൾ ആ വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇതാണ് ലാസ്റ്റ് എൻഡ്. ഇവിടം വരെ ഉള്ളൂ. തെരുമലയുടെ ഏറ്റവും ടോപ്പിലാണുള്ളത്. നമ്മൾ വരുന്നത് ഇതിലേ കയറി ഇതാ ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അവിടെ ആ ഭാഗങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ വരുമ്പം ഇതിൻ്റെ ടോപ്പ് ഒന്ന് കാണാമായിരുന്നു. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് മഴ പെയ്തല്ലോ. മഴ പെയ്തപ്പം താഴെ നിന്നുള്ള മഴ പെയ്ത് കഴിയുമ്പം താഴെ നിന്നുള്ള കോട മൊത്തം ഒന്ന് കയറി വരും. നട്ടുച്ചയാണെങ്കിലും നല്ല കോടയാണ്. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്നുണ്ട്. ആ വെയിലിന് നല്ല ചൂടുമാണ്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും വരും. ഈ കോട വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള കാഴ്ചകൾ. ഇവിടെ ജസ്റ്റ് അങ്ങോട്ടൊരു ചെറിയ വഴി, കുറച്ച് അങ്ങോട്ട് പോകാൻ പറ്റും. ഇങ്ങോട്ട് കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറി നിന്ന് നമുക്ക് താഴ്ഭാഗത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാവുന്ന ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ ഈ മലയുടെ ഏറ്റവും ടോപ്പ്. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ അവിടെ കോടയില്ലെങ്കിൽ കൂടി ഈ മലയുടെ മുകളിൽ ഉറപ്പായിട്ടും കോട ഉണ്ടാവും. നമുക്കെന്തായാലും കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ നോക്കാം. നമ്മളിത് അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പം തന്നെ അത് കോട കയറി അങ്ങ് മൂടിക്കളയും. അതിലേ വന്ന്
അതിലേ നമ്മളിങ്ങനെ നടന്ന് ഈ മല കയറി ഇങ്ങ് വന്നിട്ട് ഇവിടെയാണ് വന്നത്. ഇതാ ഇപ്പം നോക്കിയിരിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ മൊത്തം കോട അങ്ങ് കയറും. വരട്ടെ വരട്ടെ വരട്ടെ, ഇതാ വരുന്നു. അങ്ങോട്ടുള്ള കാഴ്ചകളുണ്ടോ? എല്ലാം അടിപൊളി, ഒന്നും കാണാൻ വയ്യ, മൊത്തത്തിൽ കോടയാണ്. നമുക്കിനി തിരിച്ചു പോകാനുള്ള സമയമായി. വൈകുന്നേരം ആകുമ്പോഴേക്കും കോട ഇനി കൂടിയേ വരത്തുള്ളൂ. നിങ്ങൾ രാവിലെ തന്നെ വരിക. രാവിലെ വരുമ്പോൾ ഏകദേശം 8-9 മണി, എത്രയും പെട്ടെന്ന് രാവിലെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ വരിക. അതേപോലെ തന്നെ വെള്ളവും ഭക്ഷണവും കൊണ്ടുവരിക. ഒന്നും ഇവിടെ തിരിച്ച് വലിച്ചെറിയാതെ അത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കോട കാണേണ്ടവർക്ക് കോട കാണാം, മഴ നനയേണ്ടവർക്ക് മഴ നനയാം. ഇനിയിപ്പം വേനൽക്കാലം ആയാൽ മാത്രമേ നമുക്ക് ഏകദേശം നല്ല താഴ്ഭാഗത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സമയത്തൊക്കെ വരുവാണെങ്കിൽ, മഴയൊക്കെ ഈ തീരാൻ പോകുന്ന സമയത്തൊക്കെ വരുവാണെങ്കിൽ കോട മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വരിക തിരുവമലയിലേക്ക്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ അവിടെയായിരുന്നു, അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ 2 മരമുണ്ട്. നമുക്കിവിടെ ഇരുന്ന് കുറച്ചും കൂടി കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകാം. നല്ല വെയിലായിട്ടുണ്ട്, അടിപൊളി. നല്ല ദൂരത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കോട വരുന്നത് കണ്ടത്. ഇതോ അവിടുന്ന് വേറെ കോട വരുന്നുണ്ട്, ഇവിടുന്ന് വേറെ വരുന്നു. അപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ കോട വരുന്നു പോകുന്നു, ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സോളോ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അതായത് ടെൻ്റൊക്കെ അടിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരുപാട് യാത്രകൾ ചെയ്ത് അതേപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് സഞ്ചരിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, എനിക്ക് തന്നെ സോളോ ക്യാമ്പിങ്ങിനായിട്ട് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നല്ല വെയിലായപ്പോഴേക്കും കണ്ടോ ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ തുടങ്ങി. ഈ ഭാഗവും അടിപൊളി. നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ പോയ സ്ഥലം അവിടെയായിരുന്നു കേട്ടോ. കണ്ടോ ഇപ്പോൾ ഇതാ നോക്കി, ആ മഞ്ഞൊക്കെ അങ്ങ് മാറി മൊത്തത്തിൽ തെളിഞ്ഞു. അവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇവിടെ അങ്ങ് പോകുന്നു. ഇനി നമുക്ക് താഴോട്ട് പോകണം. നമ്മൾ ഈ വഴി വന്നു, ഇതാണ് മുകളിലോട്ടുള്ള വഴി. തിരിച്ചു പോകുന്ന ഈ വഴിയെ പോകാം. ഇതെങ്ങനെയുണ്ട് ഈ വഴിയുടെ അവസ്ഥ നോക്കാം. ഇത് നേരെ കാർത്തികപുരം ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. നമുക്ക് ഈ വഴിയെ പോയി നോക്കാം. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് വന്ന റോഡാണ്. ഇതൊരു ജംഗ്ഷനിൽ വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് കാർത്തികപുരം ചെല്ലും, കാർത്തികപുരം ആലക്കോട്. ഈ റോഡ് എനിക്ക് തോന്നുന്നത് നല്ല കയറ്റമാണ്. ഇപ്പോൾ താബോർ വഴി വരുവാണെങ്കിൽ ഇത്രയും കയറ്റമില്ല. ഇത് നല്ല കുത്തനെയുള്ള കയറ്റമാണ് നമുക്ക് ഈ മുകളിലോട്ട് പോകേണ്ടത്. അപ്പം നിങ്ങൾ താബോർ വഴി വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.